ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FBS, PPBS. അപ്പോൾ ഈ 2 എപ്പിസോഡും കഴിഞ്ഞപ്പോൾ 1-2 പേഷ്യൻസിന് ചില സംശയങ്ങൾ. ഡോക്ടർ, എൻ്റെ FBS കൂടുതലും PPBS കുറവുമായിട്ട് കാണുന്നു. അപ്പോൾ പുള്ളി അതിൻ്റെ റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ ശരിയാണ്, PPBS കുറവും FBS കൂടുതലുമായിട്ട് കാണുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത ചോദ്യം, അങ്ങനെ സംഭവിക്കാമോ? അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതിന് ചില കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ FBS 100-നും താഴെ, ഒരു 70-നും 100-നും ഇടക്കായിരിക്കണം കിട്ടേണ്ടത്. അതുപോലെ തന്നെ PPBS ഒരു 140-നും 100-നും ഇടക്കായിരിക്കണം അത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ, ഒന്നാമതായിട്ട് ഇദ്ദേഹം ഇന്നലെ രാത്രി ഈ FBSന് ബ്ലഡ് എടുക്കുന്നതിന് മുമ്പത്തെ രാത്രി കഴിച്ച ഭക്ഷണം. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അന്ന് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു റിസപ്ഷൻ, അല്ലെങ്കിൽ ഒരു പാലുകാച്ച്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ശരിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പായസവും മധുരങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങുന്നു. രാവിലെ FBSന് ബ്ലഡ് എടുക്കും. അപ്പോൾ ഇവിടെ ബ്ലഡ് ഷുഗർ ലെവല് വളരെ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട്. അടുത്തതായിട്ട് ചില ആളുകൾ ഈ താമസിച്ച് ഭക്ഷണം കഴിച്ച് താമസിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു 10 മണിക്കൂർ കിട്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ ഒരു 10:30-11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന ആളായിരിക്കും. രാവിലെ 7-7:30 പോയി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് ബ്ലഡ് എടുക്കുന്നു, അത് നോക്കുന്നു. അപ്പോൾ ഇവിടെയും ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഇൻസുലിൻ, ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് ആയിട്ടുള്ള ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ്, ഇതെല്ലാം രാത്രി ചിലപ്പോൾ ഡോസ് കുറവായിരിക്കും എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം രാവിലെ ഈ PPBSന് ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് ഈ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസും ഇൻസുലിനും ഒക്കെ എടുക്കുമല്ലോ, അത് ചിലപ്പോൾ ഇച്ചിരി കൂടിപ്പോയി കാണാം. അല്ലെങ്കിൽ സാധാരണ ഉള്ളി അത്രയും കൂടുതലായിരിക്കും എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ ഈ FBS കൂടുതലും PPBS കുറവായിട്ട് കിട്ടാം. ഇനി അടുത്തത് ഈ എക്സർസൈസ്. ഇദ്ദേഹം FBS എടുക്കുന്നതിന് മുമ്പായിട്ട് എക്സർസൈസ് ഒന്നുമില്ല. രാവിലെ എണീറ്റപടി അദ്ദേഹം FBS എടുക്കാനായിട്ട് പോകുന്നു. അതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞ് ഇദ്ദേഹം PPBS നോക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ PPBS എടുക്കുന്നത്. അതിനു മുമ്പായിട്ട് അദ്ദേഹം സിവിയർ എക്സർസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നടക്കുകയോ അല്ലെങ്കിൽ സൈക്ലിംഗ്, 1 മണിക്കൂർ സൈക്ലിംഗ്, ട്രെഡ്മിൽ, ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ എക്സർസൈസ് ചെയ്തിട്ടായിരിക്കും പുള്ളി PPBS എടുക്കാൻ പോകുന്നത്. അപ്പോഴും ചിലപ്പോൾ ഈ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ചെയ്ത ലാബിൻ്റെ അപാകതകൾ കൊണ്ട് വരാം. പിന്നെ ചില പേഷ്യൻസിന് ഭയങ്കര ആങ്സൈറ്റി ഉള്ള പേഷ്യൻസിന് അവർക്ക് ചിലപ്പോൾ ഈ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉള്ളവർക്ക് ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ ഇച്ചിരി ഹൈ ആയിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് സ്ഥിരം ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FBS കൂടുതലും PPBS കുറവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നോർമൽ ആയിട്ട് കൂട്ടാം. പക്ഷേ സ്ഥിരം പുള്ളിക്ക് FBS കുറവും PPBS കൂടുതലുമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടക്ക് ഒരു പ്രാവശ്യം മറ്റേ രീതിയിൽ കിട്ടുകയാണെങ്കിൽ അത് ഒന്നുകൂടെ ചെക്കപ്പ് നടത്തേണ്ടതാണ്, ആ ബ്ലഡ് ഷുഗർ ലെവൽ. അപ്പോൾ ഇവിടെ ഈ ചെക്കപ്പ് നടത്തുന്നതിനേക്കാളും പ്രധാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, ഇന്നലത്തെ ഭക്ഷണത്തിൻ്റെ രീതിയും അതുപോലെ ഇൻസുലിൻ, ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് മുതലായവ എടുത്തതിൻ്റെ ഡോസുകളും ഒക്കെ ഒന്ന് ഹിസ്റ്ററി എടുക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ഹിസ്റ്ററി എടുത്തിട്ട് ഹിസ്റ്ററിയിലെല്ലാം കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ പുള്ളിയുടെ ലാബ് ഒന്ന് മാറ്റി നോക്കുന്നതും നല്ലതായിരിക്കും. വേറെ കുറച്ചുകൂടെ നല്ല ലാബിലോട്ട് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചില ഹോർമോണൽ ഇംബാലൻസ്, ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടുമൊക്കെ ഇച്ചിരി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസ് കുറേ നേരം ഫാസ്റ്റിങ്ങിലായിരുന്നു കഴിയുമ്പോൾ നമ്മുടെ ലിവർ ഗ്ലൂക്കോസ് റിലീസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ കണ്ടീഷനിൽ പേഷ്യൻറ്റിന് ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയിരിക്കാൻ സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ PPBS കുറഞ്ഞിരിക്കാനും FBS കൂടിയിരിക്കാനും ഉള്ള കാരണങ്ങൾ. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.